മരണം പോലും മുതലെടുക്കുന്ന പള്ളിത്തന്തമാർ. ഇടവക ജനങ്ങൾ മരണമടയുമ്പോൾ ആ മരണം പോലും മുതലെടുക്കുന്ന പള്ളിത്തന്തമാരെ കുറിച്ച് തന്റെ അനുഭവം വിവരിക്കുകയാണ് ജോൺ വർഗീസ് എന്ന ഓർത്തഡോക്സ് സഭാംഗം. മെത്രാപ്പോലീത്ത 25,000 മേടിച്ചതും പുഴുക്ക് തിന്നേച്ച് പോയതും ഒക്കെ ചാനലിൽ കൂടെ കേട്ടു. സത്യം പറഞ്ഞാല് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഈ ചുറ്റിക്കുന്നത് മുഴുവൻ ഇടവകയിലെ വികാരിമാരാണ്. വികാരിക്ക് ഉദ്ദേശം രണ്ടാണ്. അതിലൊന്ന്, അടുത്ത സ്ഥലമാറ്റം വരുമ്പോൾ നല്ലൊരു പള്ളി കിട്ടണം. നല്ല പള്ളി എന്ന് പറഞ്ഞാൽ പെയിന്റിങ്ങും പള്ളിയുടെ വലിപ്പവുമല്ല. 10-600 വീട്ടുകാരുള്ള ഒരു പള്ളി അങ്ങോട്ട് കിട്ടാമെങ്കിൽ അത് നെടുക കിടന്നങ്ങ് മേയാമല്ലോ, ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ. 2 കൊല്ലത്തേക്ക് 2-3 കൊല്ലത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അപ്പൊ അത് ഒന്ന്. പിന്നെ രണ്ടാമത്, 25,000 രൂപ തിരുമേനിക്ക് വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ അച്ഛന് 1000 കൊടുക്കത്തില്ല, അതിന്റെ ഒരു 5-1 കൊടുക്കത്തില്ല. അപ്പൊ അന്നേരം 5,000 അതായി. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പൊ ഇത് നമ്മള് എന്തിനാ എത്രാനെ പറയുന്നത്? ഇവർക്ക് ഈ വളം വെച്ചു കൊടുക്കുന്നതായ അച്ഛന്മാരെ വേണം പറയാൻ. പോകാൻ നേരത്ത് കൊണ്ടൊരു പൊതി കൊണ്ട് കൈ കൊടുത്തു. അത് വീട്ടുകാരല്ല കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഈ മരിച്ചു പോയ ആളിന്റെ മക്കളോ ഒന്നും അല്ല കൊണ്ടു കൊടുക്കുന്നത്. വികാരി വാങ്ങിച്ചിട്ട് പോകാൻ നേരത്തെ തിരുമേനി ഒരു കൈമുത്ത് എന്ന് പറഞ്ഞ് ഇത് കയ്യിലോട്ട് കൊടുക്കും. പുള്ളിക്കാരൻ അതിന് സന്തോഷിക്കും. വേറൊരിടത്ത് ചെല്ലുമ്പോൾ 30 കൊടുക്കാണ് അതിനേക്കാൾ കൂടുതൽ സന്തോഷം. ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത്രയും വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഇനി ഇതിന് തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നാണമുള്ളവർക്കല്ലേ നാണക്കേട് വരത്തുള്ളൂ. നാണം മാനമില്ലാത്തവർക്ക് വല്ല ഇതുവല്ലം വരുമോ? ഇവര് സാമ്പത്തിക സൗകര്യമുള്ള ആൾക്കാരായതുകൊണ്ട് 25,000 പറഞ്ഞ് അന്നേരം അത് കൊടുത്തു. എൻ്റെ അപ്പനെ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇടവകാരി എന്നോട് വന്നേച്ച് പറഞ്ഞു, തിരുമേനി ഇന്ന് പ്രിയ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല, അടക്കത്തിന് തിരുമേനിയെ നമുക്ക് സംബന്ധിപ്പിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട. അച്ഛൻ സെമിനാരിൽ നിന്ന് പഠിച്ചപ്പോൾ ശവടക്കിന്റെ എല്ലാം പഠിച്ചു വെച്ചില്ലേ വന്നത്. അച്ഛൻ അറിയാമെങ്കിൽ തിരുമേനിയെ വിളിച്ചു, എനിക്ക് വിരോധമില്ല. അച്ഛൻ അറിയാവുന്നത് പോലെ ഇല്ല അങ്ങ് അടക്കിയത്. എൻ്റെ അപ്പൻ എന്നെക്കാളൊക്കെ നല്ലവനായിരുന്നു. സ്വർഗം കൊണ്ട് എൻ്റെ അപ്പനെ പോലുള്ളവർക്കേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛൻ അറിയാവുന്നത് പോലെ എനിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് തിരുമേനിക്ക് 5,000 പടി. ഞാൻ 5,000 രൂപയ്ക്ക് എവിടെ പോകുന്നത്? അന്ന് 16-17 കൊല്ലത്തെ മുമ്പത്തെ കാര്യമായി പറയുന്നത്. 5,000 രൂപ ഈ നമ്മുടെ ഇതിന് മാത്രമേ ഉള്ളല്ലോ ഇത്രയും ഭാരിച്ച ചെലവ്. അതായത് ഈ ഹിന്ദുക്കള് അവരുടെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ കരയോഗക്കാരാണ് ഇത് ഏറ്റെടുക്കുന്നത്. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറി എല്ലാം കൂടെ വന്നൊരു മേശ ഇട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിന്റെ കണക്ക് എഴുതി വിടും. ആ മേശയും കസേരയും എല്ലാം അതായത് കരയോഗക്കാരും മേടിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടുകാരെ ഒരു കാര്യത്തിനും അവർ ബുദ്ധിമുട്ടിക്കത്തില്ല. യാതൊരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കത്തില്ല. അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വമാണ് ഇത് സംസ്കാരം എന്നുള്ളത്. അവിടെ ഒരു കൊടി അവിടെ കൊണ്ട് കെട്ടി, കരയോഗത്തിന്റെ ഒരു കൊടി അവിടെ കൊണ്ട് കെട്ടി, വീടിന്റെ വാതിൽക്കൽ കൊണ്ട് കെട്ടിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വന്നിരുന്ന് ഇതിന്റെ സഞ്ചയനം കഴിയുന്നതും വരെയും അവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് കോടി ഇടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവർ കോടിയായിട്ടല്ല ഇപ്പൊ ഇടുന്നത്. കോടിപ്പണം അങ്ങ് കൊടുക്കുക. അത് എത്ര രൂപ എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇതിന് ചെലവായ കാശ് ബാക്കി മിച്ചമുണ്ട് കരയോഗത്തിലേക്ക് അതങ്ങ് ലയിപ്പിക്കുക പരിപാടി. അതൊന്ന്. രണ്ടാമത്, ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്തുവാ? നിങ്ങൾ പള്ളി പണിയാനും അമ്പലം പണിയാനും കാശ് മുടക്കരുത്. നിങ്ങൾ അത് വെച്ച് നിങ്ങൾ അതിനുവേണ്ടി മുടക്കുന്ന കാശ് കൊണ്ട് കൃഷിയും കച്ചവടവും ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ ഇത്ര രൂപ ഇത്ര പൈസ അതിലൊരു പൈസ കൂടുതൽ ചെലവാക്കിയുള്ള ശവസംസ്കാരം വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവൾ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു ക്രിസ്ത്യാനിയും മരിച്ചു കഴിഞ്ഞാല് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒരു അടക്കത്തിന്. അത് കഴിഞ്ഞ് പിന്നൊരു ചടങ്ങുണ്ട്, 41 എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിന് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അവർക്കും കൊടുത്ത് അവന്റെ കുടുംബം എഴുതി വിറ്റെങ്കിലേ അപ്പൻ മരിച്ചപ്പം കൊണ്ടടക്കാനും. അതുപോലെ എത്ര സാധുക്കളാണെന്ന് പറഞ്ഞാലും കല്ലേന്ന് തൊലിയിരിക്കുന്നവല്ല ചിരിച്ചുകൊണ്ട് പോകും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാ. ഇനിയെങ്കിലും ഇതിനൊക്കെ തീരുമാനം ഉണ്ടാകണം. കണ്ണു തുറക്കട്ടെ, എല്ലാവരുടെയും കണ്ണു തുറക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.